സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളേവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സാവകാശത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം മൂലം ഞാൻ നിങ്ങളോടൊപ്പം ഞാൻ ക്രിസ്തുവിലേക്ക് ഞാൻ എങ്ങനെ ആണ് വന്നത്, ക്രൈസ്തവ വിശ്വാസത്തിൽ എങ്ങനെയാണ് ഞാൻ വന്നത് എന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലർ ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂലോകത്തിൽ വന്നത് ഒരു മതത്തെ സ്ഥാപിക്കുവാനാണ്, ക്രൈസ്തവ മതം. ഈ ക്രൈസ്തവ മതത്തിൻ്റെ നായകനും സ്ഥാപകനുമാണ് എന്നാണ് പലരും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂലോകത്തിൽ വന്നതും അവൻ്റെ ജീവിതം, അവൻ്റെ മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഇവകളെല്ലാം ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തെ നമ്മൾ സുവിശേഷം എന്ന് പറയുന്നു. ഒരു നല്ല വാർത്ത, നല്ല സന്ദേശം, ഒരു ശുഭ സന്ദേശം ആണ് അത്. ആ ശുഭ സന്ദേശത്തിന് മുമ്പ് ഒരു ബാഡ് ന്യൂസ് നമുക്ക് മനസ്സിലാകണം. ആ ബാഡ് ന്യൂസ് ഇതാണ്: നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മുൻപാകെ പാപികളാണ്. നിങ്ങൾ ഏവരും യാരെ ആയിക്കോട്ടെ, നിങ്ങളുടെ അകത്ത് പാപമുണ്ട്. നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ചിന്തിക്കുന്നതായിരിക്കാം നിങ്ങൾ നല്ലവരാണെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എല്ലാ മനുഷ്യരും പാപികളാണ്, നീതിമാൻ ഒരുവനും ഇല്ല എന്ന്. എന്തിനെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അകത്ത് തന്നെ പാപത്തിൻ്റെ ആ സ്വഭാവമുണ്ട്. പാപം ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പാപം ചെയ്യുന്നത്. നിങ്ങൾ പാപം ചെയ്യുന്നത് കൊണ്ടല്ല നിങ്ങൾ പാപികളാകുന്നത്. നിങ്ങൾ ആദ്യമേ പാപികളായിട്ടാണ് നിങ്ങൾ ജനിക്കുന്നത്. ആ പാപമയമായ ആ സ്വഭാവം നിങ്ങളുടെ അകത്തുണ്ട്. ആ സ്വഭാവം ഉള്ളത് കൊണ്ട് നിങ്ങൾ പാപം ചെയ്യുന്നു. പാപം ചെയ്യുവാൻ ആഗ്രഹം വരുന്നു, നിങ്ങൾ പാപം ചെയ്യുന്നു. അതുകൊണ്ട് ഈ പാപം ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ ഒരു ന്യായവിധിയുണ്ട്. നിങ്ങളുടെ മുൻപാകെ ആ ഒരു ശിക്ഷയുണ്ട്. ആ പാപത്തിനു വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ആ ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ലോകത്തിൽ മരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ദേഹത്തെ വിട്ടിട്ട്, നിങ്ങളുടെ ശരീരത്തെ വിട്ടിട്ട് നരകത്തിൻ്റെ ആ തീയിൽ നിത്യമായി യാതന അനുഭവിക്കണം. അവിടെ ആ തീ ഒരിക്കലും കെട്ടുപോകുകയില്ല. അങ്ങനത്തെ ആ തീയിൽ നിങ്ങൾ യാതന അനുഭവിക്കണം. ആ യാതനയിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവം നിങ്ങളെ സ്നേഹിച്ച് കൃപ കാണിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നിന്ന് ഏകദേശം 2000 വർഷം മുമ്പ് ഈ ഭൂലോകത്തിൽ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂലോകത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു. ക്രൂശിന്മേൽ ഒരു യാഗമായി തീർന്നു. ആ കാര്യത്തിന് വേണ്ടി വരുമ്പോൾ ആ ദൈവം, നമ്മുടെ ദൈവം എടുത്ത ആ പേരാണ് യേശു ക്രിസ്തു. യേശു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രക്ഷകൻ അഥവാ രക്ഷ എന്നാണ്. ക്രിസ്തു എന്ന് പറയുമ്പോൾ അഭിഷിക്തനാണ്. അഭിഷിക്തനായ രക്ഷകനായി നിങ്ങളുടെ ദൈവം, എൻ്റെ ദൈവം വന്നത് നിങ്ങളെ രക്ഷിക്കുവാനാണ്. അങ്ങനെ ക്രൂശിന്മേൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ശിക്ഷ തന്നെ മേൽ താൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി യാഗമായ ശേഷം, മരിച്ച ശേഷം 3-ാമത്തെ ദിവസം എഴുന്നേറ്റു. മൃത്യുഞ്ജയനായി പുനരുത്ഥാനം നടന്നു. അതിന് ശേഷം 40 ദിവസം ഇവിടെ ഇരുന്ന ശേഷം സ്വർഗാരോഹണമായി. ഇതിനു വേണ്ടിയാണ് കർത്താവ് ഈ ഭൂലോകത്തിൽ വന്നത്, ഒരു മതം സ്ഥാപിക്കാനല്ല. എല്ലാ മതങ്ങളിൽ നിന്ന് ഈ മതത്തിലേക്ക് കൂട്ടിവരുത്തുവാനല്ല
കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂലോകത്തിൽ വന്നത്. അതിനുവേണ്ടി അല്ല കർത്താവ് ദൈവവചനം തന്നത്. നിങ്ങൾ യാരെ ആയിരിക്കോട്ടെ, നിങ്ങളൊരു സഹോദര സഹോദരി, നിങ്ങളുടെ സമ്പ്രദായം ഏത് തന്നെ ആയിരിക്കോട്ടെ, ഏത് ദേശക്കാരൻ തന്നെ ആയിരിക്കോട്ടെ, നിങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആവശ്യമുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെ അകത്തും പാപമുണ്ട്. ആ പാപത്തിൻ്റെ പരിഹാരം യേശു ക്രിസ്തുവിൻ മൂലം മാത്രമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ആ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരണം എന്ന് ഞാൻ ആഹ്വാനിക്കുകയാണ്. ഒരു മാറ്റമല്ല, ഇതൊരു മതത്തിൻ്റെ മാറ്റമല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റമാണ്, ഒരു തിരിവാണ്. നിത്യ ജീവൻ, നിത്യ മരണം, ഇതാണ് വിഷയം, ഒരു മതത്തിൻ്റെ വിഷയമല്ല. യേശു ക്രിസ്തുവില്ലാതെ മരിക്കുന്ന ആൾ നരകത്തിലാണ്, ആ യാതനയുടെ ആ സ്ഥലത്തിലാണ് ചെന്നെത്തുന്നത്. അവിടെ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗവുമില്ല. ഇപ്പോഴാണ് രക്ഷയുടെ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദ കാലം. ഇന്നാണ് നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടത്. എൻ്റെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്, ഞാൻ എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞത്. അതിന് മുമ്പ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർ 5:8 വാക്യം. റോമർ 5:8. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം മനുഷ്യരൂപം ധരിച്ച് എപ്പോഴാണ് മരിച്ചത്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ, നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല. നമ്മൾ ഈ രക്ഷയ്ക്ക് വേണ്ടി യാചിച്ചില്ല. ദൈവമേ കരുണ തോന്നണമേ, ഞങ്ങൾ എല്ലാവരും പാപികളായി നരകത്തിൽ പോകുകയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ഓരോരുവരും യാചിച്ചതല്ല. ദൈവം നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് കൃപയാൽ നമുക്ക് അർഹതയില്ലാത്ത ഒരു ദാനമാണ്. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ഒരു ദാനമാണ്. അർഹതയില്ലാത്ത ഒരു കൃപ കാണിച്ച് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂലോകത്തിൽ വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ഇന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇന്ന് തന്നെ കഴിയും. ഇന്ന് തന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. ഒരു മതം സ്ഥാപിക്കുവാൻ അല്ല, ഒരു ചെറിയൊരു സമുദായത്തിന് വേണ്ടി മാത്രമല്ല വന്നത്. എല്ലാ മനുഷ്യ ജാതിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. ആ യേശു ക്രിസ്തു ഒരു അവതാരമല്ല, ഒരു സാധാരണ ഒരു മനുഷ്യനല്ല, സാക്ഷാൽ ദൈവമാണ്. ദൈവം ഒരുവനേ ഉള്ളൂ, പല ദൈവങ്ങളും ഇല്ല, ഒരു ദൈവമേ ഉള്ളൂ. ആ ഏക സത്യദൈവം യാരെന്ന് ചോദിച്ചാൽ സകലത്തെയും സൃഷ്ടിതാവാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആകാശവും ഭൂമിയെയും ദൈവം സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും ദൈവമല്ല, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാണ് ദൈവം. ആ സൃഷ്ടിതാവായ ആ ദൈവം മരിക്കുവാൻ ഒരിക്കലും കഴിയുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി മരിക്കുവാൻ ആ സൃഷ്ടിതാവായ ദൈവം മനുഷ്യരൂപം ധരിച്ച് ഈ ഭൂലോകത്തിൽ വന്നു നമുക്ക് വേണ്ടി മരിക്കുവാൻ. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലാണ്. ഞങ്ങൾ തെലുഗുകാരാണ്, ഞങ്ങൾ വീട്ടിലെ തെലുഗുവാണ് സംസാരിക്കുന്നത്. എന്നാലും നമ്മൾ കർണാടകത്തിലാണ് ജനിച്ചതും വളർന്നതും. അതുകൊണ്ട് നമ്മൾ കന്നഡയിൽ സംസാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിഗ്രഹങ്ങളാണ് നമ്മൾ പൂജിക്കുന്നത്. എന്നാൽ എനിക്ക് വിഗ്രഹങ്ങളെ പൂജിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. എന്തിനെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ മാതാവ് വിദേശത്തിൽ പോയി അവിടെ കർത്താവിനെ കണ്ടുമുട്ടി.
ക്രൈസ്തവ വിശ്വാസത്തിൽ അവിടെയാണ് വന്നത്, രക്ഷിക്കപ്പെടുവാൻ ഇടയായത്. ആ സന്ദർഭം എങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, കടബാധ്യത ഉണ്ടായിരുന്നു. ആ വിഷയം ഉള്ളതുകൊണ്ട് എൻ്റെ മാതാവ് വിദേശം പോകുവാൻ തീരുമാനിച്ചു. കുവൈറ്റ് ദേശത്തിൽ യാത്ര തിരിക്കുവാൻ തീരുമാനിച്ച് അവിടെ ബാംഗ്ലൂരിൽ തന്നെ നഴ്സായിരുന്നു. എന്നാൽ ആ ജോലി വിട്ടിട്ട് വിദേശത്തിൽ കുവൈറ്റിൽ പോയിട്ട് ജോലി ചെയ്യുവാൻ തുടങ്ങി. അവിടെ ബൈബിൾ വായിക്കുവാൻ ഇടയായി, അവിടെ രക്ഷിക്കപ്പെടുവാൻ ഇടയായി, സ്നാനപ്പെടുവാനും ഇടയായി. അതിനുശേഷം എൻ്റെ പിതാവും ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ ചില കാലം ശേഷം അവരും രക്ഷിക്കപ്പെടുവാൻ ഇടയായി, സ്നാനപ്പെടുവാൻ ഇടയായി. ഞാനൊരു കുഞ്ഞായിരുന്നു. ആ സമയത്ത് നമ്മൾ ചർച്ചിലെ പോകുവാൻ ഇടയായി. എന്നാൽ എനിക്ക് ദൈവം സുവിശേഷം അറിയുവാനോ മനസ്സിലാക്കുവാനോ കഴിവില്ലായിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ദൈവം എനിക്ക് ഒരു ദർശനം ആ ചെറുപ്രായത്തിൽ എനിക്ക് കൊടുത്തു. ഇതുവരെ ഞാൻ ഒരു ദർശനം കണ്ടിട്ടില്ല. എന്നാൽ ഒരിക്കൽ മാത്രം എൻ്റെ ജീവിതത്തിൽ ആ ചെറുപ്രായത്തിൽ എനിക്ക് ഒരു ദർശനമുണ്ടായി. ആ ചെറുപ്രായത്തിൽ ഞാൻ കളിപ്പാട്ടങ്ങൾ, ടോയ്സ് ഒത്തിരി ഇഷ്ടമായിരുന്നു. എനിക്ക് കൂടുതൽ ആനയാണ് എനിക്ക് ഇഷ്ടമായിരുന്നത്. ആനയുടെ കളിപ്പാട്ടങ്ങൾ എടുത്ത് ഞാൻ കളിക്കുമായിരുന്നു. അതുകൊണ്ട് ആന ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് ഗണപതി എന്നും എനിക്ക് ഇഷ്ടമാണ്. ആ ഗണപതിയുടെ ഫെസ്റ്റിവൽ വരുമ്പോൾ അതും ഞാൻ വാങ്ങിച്ച് ഞാൻ കളിക്കുമായിരുന്നു. ഞാൻ പൂജിക്കുകയില്ലായിരുന്നു, എന്നാൽ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കളിച്ച ശേഷം ഞാൻ ഒരു മുറിയിൽ പോയി. ആ മുറിയിൽ ലൈറ്റ് ഇല്ലായിരുന്നു, മുഴുവൻ ഡാർക്ക്നെസ് ആയിരുന്നു, ലൈറ്റ് ഇല്ലാത്ത ഒരു മുറിയാണ്. ആ അന്ധകാരത്തിൽ ഒരു ദർശനം ഞാൻ കണ്ടതാണ്. അപ്പോൾ എൻ്റെ അമ്മയും വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്, വേറെ ഒരു സ്ഥലത്തിൽ. ഞാൻ തനിച്ച് ആ മുറിയിൽ കയറിയ ശേഷം ഭിത്തിയുടെ മേൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. ആ ബോർഡിൻ്റെ മേലെ ബൈബിളിൻ്റെ ഒരു വേഴ്സ് പ്രിൻ്റഡ് ആയിരുന്നു. ആ ബോർഡ് മേലെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു, ഒരു ചില പൂവുകളുടെ ഡിസൈൻ. ആ ഡിസൈൻ മേലെ ഒരു വ്യക്തിയുടെ രൂപം ഞാൻ കാണുവാൻ തുടങ്ങി. ആ രൂപം മനുഷ്യൻ്റെ രൂപമാണ്. ആ രൂപം കാണുമ്പോൾ മുഖം കാണുന്നില്ല, എന്നാൽ മുഴുവനും വെളിച്ചത്തോട് നിറഞ്ഞു നിൽക്കുകയാണ്. മുഴുവനും വെളിച്ചമാണ്, എന്നാൽ രൂപം മനുഷ്യൻ്റെ പോലെയാണ്. ആ രൂപം കൊണ്ട്, ആ വെളിച്ചം കൊണ്ട് ഈ മുറി വെളിച്ചം കൊണ്ട് നിറയുവാൻ തുടങ്ങി. ആ രൂപം അടുത്തോട്ട് വരുവാണ്. ആ രൂപം വലിയതാകുകയാണ്. ആ വെളിച്ചം ഈ മുറിയെ നിറയുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി പേടിയായി. എൻ്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു, എൻ്റെ വായ് തുറന്നു, ഞാൻ നടുങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉച്ചമായിട്ട് ഞാൻ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ശബ്ദമിടുമ്പോൾ ഞാൻ അമ്മ, അപ്പ എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയണമായിരുന്നു. എന്നാൽ ഞാൻ ശബ്ദമിട്ടത് ജീസസ് എന്നാണ്. ആ ഭയത്തിൽ ആ സമയത്ത് എനിക്ക് ഇംഗ്ലീഷും അറിഞ്ഞൂടാ, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്നാൽ പോലും എൻ്റെ വായിൽ നിന്ന് ജീസസ് എന്ന് ആ ശബ്ദം വന്നു, ആ പദം വന്നു. അത് എൻ്റെ അമ്മ കേട്ടിട്ട് ഓടി വന്ന് ചോദിച്ചു, എന്തായിടാ എന്ന്. അപ്പോൾ ഞാൻ ഒന്നും പറയുന്ന ആ അവസ്ഥയിലില്ലായിരുന്നു. ഇച്ചിരി ശേഷം ഞാൻ എൻ്റെ അമ്മയ്ക്ക് പറയുവാനിടയായി, ഇങ്ങനെ ആയി. ആ ദിവസം മുതൽ എനിക്ക് ഒരു ചിന്ത ഇങ്ങനെ വന്നു, ഞാൻ ഒരു വിശേഷമായ ഒരു വ്യക്തിയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വേറെ പിള്ളേരുടെ പോലെ അല്ല. ദൈവം എന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട് എന്നെക്കുറിച്ച്. ഞാൻ വേറെ ആൾക്കാരുടെ പോലെ ഉള്ളൊരു വ്യക്തി അല്ല എന്ന്. ആ ദിവസം മുതൽ അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടാകുവാൻ തുടങ്ങി. അതിന് ശേഷം
എൻ്റെ ചെറുപ്രായത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിളവ് കൂടുതലാണ് കർത്താവെ, കൊയ്ത്ത് കൂടുതലാണ്, വേലക്കാർ കുറവാണ്, നിങ്ങൾ കർത്താവെ വേലക്കാരെ അയക്കണമേ, ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആശ്ചര്യമാകുമായിരുന്നു, ഈ വയസ്സിൽ ഇവൻ എങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആശ്ചര്യക്കുമായിരുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ എനിക്ക് ഒരു ഉറവായിരുന്നു, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പൈതലാണ്, എൻ്റെ കുറിച്ച് ദൈവത്തിന് ഒരു വിശേഷമായ ഒരു പദ്ധതിയുണ്ട് എന്ന്. അതിനുശേഷം എൻ്റെ യൗവന അവസ്ഥയിൽ ഞാൻ കുവൈറ്റിലെ പോകുവാൻ ഇടയായി. അവിടെ നമ്മൾ പഠിക്കുവാൻ പോയി. എൻ്റെ പിതാവും എൻ്റെ മൂത്ത ചേച്ചി അവരും അവിടെ വരുവാനിടയായി. അവിടെ നമ്മൾ പഠിക്കുവാനിടയായി. ആദ്യം നമ്മൾ ആത്മീക ജീവിതത്തിൽ നല്ലതായിരുന്നു. കാലക്രമേണ ഞാൻ വഷളാകുവാൻ തുടങ്ങി. ഞാൻ സഭയെ പോകുവാൻ നിർത്തിവെച്ചു. മാതാപിതാക്കളുടെ വാക്ക് കേൾക്കത്തില്ല, അവരോട് സംസാരിക്കാൻ പോലും നിർത്തി. ഞാൻ പറഞ്ഞു, ഞാൻ ഇനിമേലാൽ ഞാൻ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ, ഞാൻ വേറെ ഒരു ഭാഷയിലും സംസാരിക്കുകയില്ല. എൻ്റെ പേര് ഗുണശേഖർ എന്നാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ഇനിമേലാൽ എൻ്റെ പേര് ഗുണശേഖർ ആയിരിക്കുകയില്ല, എൻ്റെ പേര് ഗേബ്രിയൽ സ്പാർക്സ് ആണ്. എനിക്കൊരു ഇംഗ്ലീഷ് പേരാണ് വേണ്ടിയത്, എനിക്ക് ഒരു ഇന്ത്യൻ പേർ വേണ്ട. ഇന്ത്യൻ സമ്പ്രദായം സംസ്കൃതി എനിക്ക് വേണ്ട. എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് ഫ്രീഡം വേണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് മൂവീസ്, എനിക്ക് മ്യൂസിക് കേൾക്കണം, മൂവീസ് കാണണം, ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്യണം. എനിക്ക് പ്രാർത്ഥന, ബൈബിൾ ഒന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായി. ആദ്യം എൻ്റെ അമ്മ എന്നെ ബുദ്ധി പറയുവാൻ ശ്രമിച്ചു. എന്നാൽ പോയി ഞാൻ കൂടുന്നത് കാണുമ്പോൾ പാസ്റ്റർമാർ വരുമായിരുന്നു. അവരും ബുദ്ധി പറയുവാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ എല്ലാ ശ്രമങ്ങളും വ്യർത്ഥമാകുന്നത് കാണുമ്പോൾ എൻ്റെ അമ്മ തീരുമാനിച്ചത്, ഇനിമേല ഞാൻ ഒന്നും സംസാരിക്കുകയില്ല, ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ അമ്മ ഒത്തിരി കണ്ണീരോട് കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ കണ്ണീരോട് കൂടെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, നിലവിളിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചില ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ, വർഷങ്ങൾ പോയ ശേഷം ഒരു ദിവസം വേലയിൽ നിന്ന് വന്ന് എൻ്റെ അമ്മ ഒരു ബുക്ക് കൊണ്ടുവന്നു, ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു മന്ത്രവാദിയുടെ കഥയാണ് ഉണ്ടായിരുന്നത്. ആ കഥയിൽ ചില ഭയാനകമായ കാര്യങ്ങളുണ്ട്, സൂക്ഷിച്ച് വായിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് ആത്മീക വിഷയങ്ങളെ കുറിച്ച് എനിക്ക് താല്പര്യമൊന്നുമില്ല. എന്നാൽ ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് വന്നു. ഞാൻ വായിക്കാൻ തുടങ്ങി. വായിക്കുമ്പോൾ ആ മന്ത്രവാദി സൈത്താനിന് വേണ്ടിയാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. പിശാചികൾ, ദുഷ്ടാത്മക്കൾക്ക് വേണ്ടിയാണ് ആ മന്ത്രവാദി പണി ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ക്രിസ്ത്യാനികളുടെ വിരുദ്ധമായിട്ട്, ദൈവമക്കളുടെ വിരുദ്ധമായിട്ട് അവൻ പോയി അവരെ കൊല്ലുവാൻ അവൻ ശ്രമിക്കുന്നു. ആ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് ദൈവം അവരെ കാക്കുന്നത് എന്ന് അവൻ്റെ അനുഭവം പറയുകയാണ്. ഇത് നിജമായിട്ട് വാസ്തവമായിട്ട് നടന്ന കഥയാണ്, സംഭവമാണ്, അവൻ്റെ അനുഭവ കഥയാണ്. അവൻ്റെ പേര് ഇമാനുവൽ ആമോസ് ഈന എന്നാണ്. അവൻ നൈജീരിയയിലാണ് ഇത് നടന്നത്. നൈജീരിയയിൽ ഒത്തിരി മന്ത്രവാദമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ നടന്നതാണ്. അതിൻ്റെ ശേഷം അവൻ പറയുന്നത്, അവൻ്റെ അനുഭവത്താൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലും എത്ര ശക്തിയുണ്ടെന്ന് അവൻ പറയുകയാണ്. ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളിൽ എത്രമാത്രം ശക്തിയുണ്ട്, എത്രമാത്രം കാര്യങ്ങൾ നടക്കുന്നു,
സൈതാനിൻ്റെ ദുഷ്ടാത്മാക്കളുടെ പദ്ധതികളെല്ലാം താറുമാറാകുന്നു, അതെല്ലാം പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇതെല്ലാം വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥനയിൽ എന്തോ ഉണ്ട്, സത്യമുണ്ട്, എന്തോ കാര്യമുണ്ടെന്ന്, യേശു ക്രിസ്തുവിൽ എന്തോ കാര്യമുണ്ടെന്ന്. അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ദൈവം അവനക്ക് ഒരു ദർശനത്തെ കാണിക്കുകയാണ്. ആ ദർശനത്തിൽ സ്വർഗത്തെയും നരകത്തെയും കാണിച്ചിട്ട് ദൈവം പറയുകയാണ്, നീ സാത്താനെ, ദുഷ്ടാത്മകളെ സേവിക്കാൻ പിന്നെയും മടങ്ങിപ്പോകാം. എന്നാൽ മടങ്ങിപ്പോയാൽ ഈ ലോകത്തിൽ നിനക്ക് എല്ലാ സുഖം കിട്ടും, എല്ലാ സൗകര്യങ്ങൾ കിട്ടും, എൻജോയ് ചെയ്യാം. അതിനുശേഷം നീ മരിക്കുമ്പോൾ, മരിച്ച ശേഷം ഈ നരകത്തിലായിരിക്കും നീ വരുന്നത്, ഇവിടെ ആയിരിക്കും നീ യാതന അനുഭവിക്കുന്നത്, നിത്യമായി ഈ തീയിൽ നീ ചുട്ടപ്പെടുമെന്ന്. എന്നാൽ നീ എന്നെ പിൻപറ്റുവാൻ നീ തീരുമാനിച്ചാൽ, ഈ ദുഷ്ടാത്മാക്കളുടെ ഈ വേല വിടുവാൻ തീരുമാനിച്ചാൽ നിനക്ക് കഷ്ടമുണ്ടാകും. സാത്താൻ ദുഷ്ടാത്മാക്കൾ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും, എന്നാൽ ഞാൻ നിന്നെ സഹായിക്കും. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം നീ സ്വർഗത്തിൽ എൻ്റെ കൂടെ നിത്യമായി വാസം ചെയ്യുവാൻ കഴിയും. ഇത് നിൻ്റെ ഒടുവിലത്തെ അവസരമാണ്. ഈ അവസരത്തെ പാഴാക്കിയാൽ നിനക്ക് വേറൊരു അവസരമില്ല. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നി, എൻ്റെ ജീവിതത്തിലും ഇതൊരു ഒടുവിലത്തെ അവസരമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഈ തോന്നുന്നതിൻ്റെ ശേഷം, ഈ ബുക്ക് അടിച്ച ശേഷം, ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ സംസാരിക്കുകയാണ്. ദൈവം എന്നോട് വാദിച്ച് സംസാരിക്കുകയാണ്. എൻ്റെ ചെവികളിൽ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നില്ല, എന്നാൽ എൻ്റെ മനസ്സിൽ ചില ചിന്തകൾ പൊങ്ങി വരികയാണ്. ഞാൻ ആ ചിന്തകളെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ ആ ശബ്ദത്തെ അടിഞ്ഞ് മാറ്റുവാനും കഴിയുന്നില്ല. ഞാൻ ബെഡിന്മേൽ, കടക്കമേൽ ഞാൻ ഉറങ്ങുവാൻ ശ്രമിച്ചാലും ആ ശബ്ദം അങ്ങനെ തന്നെ എന്നോട് വാദിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ വേറെ പിള്ളേർ എന്നെ ഉപദ്രവിക്കുവാൻ ഇടയാകാതെ എന്നെ കാത്തത് എങ്ങനെയാണ്? എൻ്റെ മാതാവ് എത്രമാത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവം എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു, അതിൻ്റെ ഗുണലക്ഷണങ്ങൾ, അതിൻ്റെ പ്രൂഫ്സ് എങ്ങനെയാണ് ദൈവം എന്നെ നിയന്ത്രിക്കുന്നത്, അതെല്ലാം ദൈവം എന്നോട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളം നുറുങ്ങുവാൻ തുടങ്ങി. ഞാൻ കരയുവാൻ തുടങ്ങി. എന്നാൽ ആരോടും ഞാൻ പങ്കുവെച്ചില്ല. എൻ്റെ മാതാവോട് ഇതൊന്നും ഞാൻ പങ്കുവെച്ചില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം നടക്കുകയാണ്. ഞാൻ കിടക്കുമ്പോഴും ഈ ശബ്ദം എൻ്റെ മനസ്സിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ 2-3 ദിവസം ആയ ശേഷം എൻ്റെ വീട്ടിലെ ഒരു പ്രാർത്ഥന കൂട്ടമുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഞാൻ ഇരിക്കത്തില്ല, വേറൊരു ഭാഗത്തിൽ ഞാൻ കിടക്കുമായിരുന്നു. ആ കിടക്കുമ്പോൾ ഇവരുടെ പ്രാർത്ഥനയും പാട്ടിൻ്റെ ശബ്ദവും ഞാൻ കേൾക്കാം. ആ ശബ്ദം കേൾക്കുമ്പോൾ ആ പാട്ടുകൾ, ആ പ്രാർത്ഥനയുടെ മൂലവും കർത്താവ് എന്നോട് സംസാരിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും പോയി. എൻ്റെ മാതാവ് എല്ലാം വീടിന് അറേഞ്ച് ചെയ്യുമായിരുന്നു. അറേഞ്ച് ചെയ്യുമ്പോൾ ഞാനും പോയി സഹായിക്കുവാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, അമ്മ, ഞാൻ കർത്താവിൻ്റെ മുൻപാകെ വന്നാൽ കണ്ണീരോട് കൂടെ ഇങ്ങനെ ചോദിച്ചതാണ്, അമ്മ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ ഞാൻ തിരിഞ്ഞാൽ കർത്താവ് എന്നെ സ്വീകരിക്കുമോ? ഞാൻ എത്ര വഷളായ പാപിയാണ്, എത്ര നീചനാണ്, എത്ര അഴുക്കായ പാപിയാണ്, എന്നെ കർത്താവ് സ്വീകരിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ മാതാവിനും അത് ഒരു നെട്ടലായിരുന്നു, ഒരു ആശ്ചര്യമായിരുന്നു. അവർക്കും കണ്ണീരോട് കൂടെ ഇങ്ങനെ പറഞ്ഞു, മകനെ, തീർച്ചയായിട്ടും കർത്താവ് സ്വീകരിക്കും, എന്തുകൊണ്ട് സ്വീകരിക്കത്തില്ല?
അന്നാണ് ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടത്, വീണ്ടും ജനനം പ്രാപിച്ചത്. വീണ്ടും ജനനത്തിനെ കുറിച്ച് എത്രയോ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നാണ് എനിക്ക് മനസ്സിലായത് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു ദിവസത്തിൽ, ഒരു ക്ഷണത്തിൽ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. ഞാനല്ല ശ്രമിക്കുന്നത് വേറൊരു വ്യക്തി ഒരു നല്ലൊരു സ്വഭാവം കാണിക്കുവാൻ, നല്ലൊരു വ്യക്തിയായി തീരുവാൻ ഞാൻ ശ്രമിക്കുകയല്ല. ദൈവത്തിന് ഞാൻ എൻ്റെ ജീവിതം ഏൽപ്പിക്കുമ്പോൾ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, കർത്താവേ എന്നെ ക്ഷമിക്കണമേ, നിൻ്റെ മേൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചതാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുകയാണ്. അതുവരെ ഞാൻ മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുപ്പാണ്. മലയാളികളെ കണ്ടാൽ എനിക്ക് വെറുപ്പാണ്. നമ്മൾ പോയിക്കൊണ്ടിരുന്നതും ഒരു മലയാളികളുടെ ചർച്ചാണ്, മലയാളികളുടെ സഭയാണ്. എന്നാൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വെറുപ്പായിരുന്നു. എന്നാൽ അന്ന് തൊട്ട് എനിക്ക് എല്ലാവരുടെ മേലും ഒരു സ്നേഹം, ഒരു സമമായിട്ട് എല്ലാവരെയും കാണുന്നു, എല്ലാ ഭാഷകളെയും സംസാരിക്കുവാൻ മനസ്സ് വന്നു. ഒരു വലിയൊരു മാറ്റം. എൻ്റെ മാതാപിതാക്കളുടെ കൂടെ സ്നേഹത്തോടെ ഞാൻ പെരുമാറുന്നു. ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമല്ലാതെ പ്രതി ദിവസവും ഞാൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി പോകുവാൻ ഇടയായി. ഒരു വലിയൊരു മാറ്റം. അന്ന് നിന്ന് ഇന്ന് വരെ ദൈവമായ കർത്താവ് ഇന്ന് വരെ വിശ്വസ്തനായി ഇരിക്കുന്നു, എന്നെ നടത്തുന്നു. യേശുക്രിസ്തു ഈ ഭൂലോകത്തിൽ വന്നത് ആ ഒരു അനുഭവം കൊടുക്കുവാനാണ്, ആ രക്ഷ കൊടുക്കുവാനാണ്, ആ നിത്യ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂലോകത്തിൽ വന്നത്, വേറൊരു മതം കൊടുക്കുവാനല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെയും ഓരോരുത്തരെയും ആഹ്വാനിക്കുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭൂലോകത്തിൽ വന്നത്. വേറെ ഒരു ചെറിയൊരു സമുദായത്തിന് വേണ്ടി മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു വന്നത്, സകല മനുഷ്യർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കും എനിക്ക് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂലോകത്തിൽ വന്നത്. അവൻ നടത്തിയ ആ യാഗത്തിൻ്റെ മേൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയാകും. അങ്ങനെ ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൈകളിൽ എൻ്റെ ജീവിതത്തെ അർപ്പിച്ച ശേഷം എൻ്റെ ഉള്ളിൽ ആ വലിയൊരു മാറ്റം സംഭവിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ 12th കംപ്ലീറ്റ് ആയിരുന്നു. 12th ശേഷം ഒരു കോളേജിലേക്ക് ഞാൻ അഡ്മിഷൻ ആകുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ കർത്താവിൻ്റെ ആലോചന ചോദിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു വർഷത്തിൻ്റെ ശേഷം എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായി. കർത്താവ് എന്നെ തൻ്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് എന്നെ വിളിച്ചു, പൂർണ്ണ വേലയ്ക്കായി എന്നെ വിളിച്ചു. അതിനുശേഷം ആ വേലയ്ക്ക് വേണ്ടി ട്രെയിനിങ് വേണ്ടി ഞാൻ കുവൈറ്റ് വിട്ടിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വടക്കേ ഇന്ത്യയിൽ ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി പോയി, ബൈബിൾ സ്കൂളിൽ പോയി. ആ ട്രെയിനിങ് കഴിഞ്ഞ ശേഷം ഞാൻ തിരിച്ചു വന്ന് സൗത്ത് ഇന്ത്യയിലെ ഈ കർണാടകത്തിലെ ബാംഗ്ലൂർ വിട്ടിട്ട് നമ്മൾ മൈസൂരിലേക്ക് സെറ്റിലായി. മൈസൂരിലെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഇതുവരെ കർത്താവ് നടത്തുന്നു. കർത്താവ് വിശ്വസ്തനാണ്. ഇതുവരെ കർത്താവിൻ്റെ വേല മൈസൂരിൽ ചെയ്യുവാൻ സഹായിച്ചു. അതിനുവേണ്ടി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതുവരെ നടത്തി. ഞാൻ കർത്താവിനെ അന്വേഷിച്ചതല്ല, തേടിപ്പോയതല്ല. കർത്താവ് എന്നെ വേണ്ടി തേടി വന്നതാണ്. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ആ കൃപ എത്ര പുകഴ്ത്തി പറഞ്ഞാലും മതിയില്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങളുടെ മേൽ കൃപ കാണിച്ചത് ആ ക്രൂശിന്മേലാണ്. ആ ക്രൂശിങ്ങിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനിക്കുകയാണ്. ആ ക്രൂശിങ്ങിലേക്ക് വരിക, ആ ക്രൂശിങ്ങിലേക്ക് തിരിക. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന്
മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശിങ്ങിലേക്ക് നോക്കി, കർത്താവായ യേശു ക്രിസ്തുവെ, ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ സൃഷ്ടിതാവായ ദൈവമാണ്, നീ എനിക്ക് വേണ്ടി മനുഷ്യരൂപത്തെ ധരിച്ച് ഈ ഭൂലോകത്തിൽ വന്ന് എനിക്ക് വേണ്ടി യാഗമായതാണ്, മൂന്നാമത്തെ നാൾ നീ ഉയർന്നെഴുന്നേറ്റതാണ്, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ രക്ഷിക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. നിങ്ങൾ ഒരു വിധമായിട്ടുള്ള പാപം ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവ് നിങ്ങളെ ക്ഷമിക്കുവാൻ സിദ്ധനാണ്, തയ്യാറാണ്. നിങ്ങൾ കർത്താവിലേക്ക് തിരിക. ഈ സന്ദേശം മൂലം അതിനുവേണ്ടി കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ, ഓരോരുത്തരെയും രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം മൂലം നിങ്ങൾ ഏവരെയും കർത്താവ് ധാരാളമായി ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.